ഇനി കറക്റ്റ് 2 മാസമൊക്കെ അല്ലെ, ഡിസംബർ ലാസ്റ്റ് എന്നൊക്കെയല്ലേ പറയുന്നേ. ഡിസംബർ ലാസ്റ്റ് ജനുവരി ആയ അൽഹംദുലില്ലാ. ഒരു ആൺകുട്ടീന്റെ നല്ലൊരു പേര്, പെൺകുട്ടീന്റെ ഒരു പേര് നമ്മൾ കണ്ടെത്തിക്ക്. ഒരു നല്ല ആൺകുട്ടീന്റെ പേര് അല്ലേ, കുഞ്ഞിനിടാൻ പറ്റിയ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ അല്ലേ. പറ്റുന്നല്ലൊന്ന് കമന്റ് ചെയ്യണേ, നല്ല വെറൈറ്റി പേരുകൾ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തെല്ലാം ഉണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ഫുഡാണ് കേട്ടോ, ഉമ്മാൻ്റെ വക. ഇതിൻ്റെ പേരെന്നാ? മുട്ട കൊണ്ട് ഉണ്ടാക്കിയത് ഇത്? ഓട്ടടയോ? ഓട്ട കാണുന്നില്ലാലോ. ഓട്ടടയാ? എന്താ ഇതാണ് ഓട്ടട. മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാ. വേഗം ചായ പിടിക്ക്. എന്നിട്ട് കൊണ്ടുവന്ന പെട്ടിയൊക്കെ പൊളിക്കണ്ടേ? എന്താ ഞാൻ ഇവരോട് ആക്കിയതിന് ശേഷം ഒരു വീഡിയോ എടുക്കാനൊക്കെ പോയി വന്നതായിരുന്നു. അപ്പൊ വീഡിയോ എടുത്തിട്ട് പെട്ടി നോക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നോക്കിയില്ല അല്ലേ. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതിനെക്കാട്ടോ വലിയ വലിയ ഐറ്റംസാ കൊണ്ടുവന്നത്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊളിക്കാനാവൂല. ഉമ്മക്ക് പോകാനായില്ലേ. ഇനി ഇവളുടെ ശരീരമൊക്കെ എന്തോ മെലിഞ്ഞു പോയി, ടേസ്റ്റ് ഇല്ലാണ്ട് ഫുഡ് കഴിച്ചിട്ട്. എന്റെ ടേസ്റ്റ് എന്തായാലും ഉമ്മക്ക് കിട്ടുമല്ലോ. അപ്പൊ ഉമ്മ പോയിട്ട് വേണം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുവേ. എന്താ എന്തേ പറഞ്ഞോന്ന് വേഗം ഉള്ളിലേക്ക് പോയി കഴിക്കും അല്ലെ. കഞ്ഞിയാ? ഇനി എന്താ ഇനി അടിച്ചില്ല? ഇനി പിന്നെ എന്താ ഇവിടെ വന്നിരുന്നിക്കല്ല പ്ലേറ്റ് എല്ലാം എടുത്തിട്ട്? എനിക്ക് ഓട്ടോടെ ആവണ്ടിയേ? പറഞ്ഞുണ്ട്. ഇവിടെ കൊച്ചിക്കോയ ഉണ്ടാക്കിക്കില്ലേ, അത് കാണാത്തോലുണ്ടാവുംല്ലേ. ഇതാ അതിന്റെ മസാല. ഓട്ടോടെ അകത്ത് കുറച്ച് കൊച്ചിക്കോയ പറഞ്ഞു തന്നാണോ? നോ കൊണ്ടുവന്ന് പെട്ടി പൊളിക്കല്ലേ എന്നാല്. ഓക്കെ, ആരെയും വിളിക്കണോ? കുടുംബ ആദ്യം തന്നെ റമീസിന് പൈസ കൊടുക്കാണ്ട് അടിച്ചു മാറ്റിയ ബക്കറ്റ് ഓനാട് ഇല്ലേന് അയച്ചു കൊടുക്കണം. ഓക്കെ, അതില് വെള്ളമൊക്കെ എടുക്കാം. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഒരു ബക്കറ്റ് വേണ്ടിയാണല്ലോ. ഒന്നുകൂടി വാങ്ങിയില്ലേ? നോയ്യോ? അതെനിക്കറിയാം, നിർത്തുന്നൊക്കെ ഇപ്പൊ നിർത്തണ്ട. അടുത്തതായിട്ട് എന്താ മെറ്റർണിറ്റി, പിന്നെ ഇതിൽ നിന്ന് വാങ്ങിയതാ. അങ്ങനെയുള്ള ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്തെങ്ങാനും വാങ്ങിയതാട്ടോ. കൊളാബ് കിട്ടിയൊന്നുമല്ല. ഇതാ അതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവിടുന്ന് ഞാൻ മെയിനായിട്ട് ഓലോട് കാല് പിടിച്ച് ഒരു കവർ വാങ്ങിപ്പിച്ച് കേട്ടോ. 50,000 പർച്ചേസ് ചെയ്താലേ ഈറ്റാ കവർ തരുള്ളൂ നാടുള്ള ചെറിയോള് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, മോളെ അരി വാങ്ങാൻ ഒരു വഴിയും ഇല്ല, ഓക്ക് ഇങ്ങനത്തെ കവറ് മാത്രം ഓക്ക് കിട്ടിയാൽ മതി. കവറ് വാങ്ങാനായിട്ട് ഞാൻ ഓരോ ടെക്സ്റ്റൈൽസിൽ കവറിനായിട്ട് കാര്യം ഇറങ്ങലുണ്ട്. അതുകൊണ്ട് ഒരു കവർ തരുമോ എന്നിട്ട് എരന്ന് വാങ്ങിയ കവറായത്. നമ്മളാകെ 1,100 ഉറുപ്പ്യക്കാറ്റാ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഓല കണ്ണിൽ അത് ചെറിയതാണല്ലോ. ഒരു പറഞ്ഞ മിനിമം 5,000 50,000 ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോന്നിയാ അങ്ങനെയുള്ളവർക്ക് ഐറ്റാ കവറൊക്കെ കൊടുക്കും ഇങ്ങനത്തെ. അപ്പൊ ഞാനപ്പോൾ ഓളോട് റിക്വസ്റ്റ് ചെയ്തൊരു കവർ വാങ്ങി, എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എനിക്ക് സന്തോഷായോ കവർ കിട്ടിയപ്പോ? അതെ, പിന്നെ ഓനൊക്കെ അത് കിട്ടിയാ മതി കേട്ടോ, വേറൊന്നും ഇല്ലേലും വേണ്ട. എടുത്ത ഇതാ കളർ തോർത്ത് വലിയേറ്റാല്. ഓക്കെ, അടുത്തതായിട്ട് ഇതെന്നാ ജെൻസ് ക്ലോത്തിങ്ങോ പലാസോവാ? ബില്ല ഒരു കണക്ക് വേണല്ലോ, ഇനി അറിയണല്ലോ. സൂക്ഷിച്ചതാ, കൊറേ പൈസ ആട്ടിയല്ലോ. ഏത് അതോ? പലാസോ ഇനി വില പറഞ്ഞ വാങ്ങാൻ പറഞ്ഞല്ലേ, വീട്ടിൽ നിന്ന് ഇടുവാനല്ലേ. എനക്കറിയാം, എന്നാലും അത് ക്രീം, ഇത് കറുപ്പ്. അതൊന്ന് നേർത്തി കാണിച്ചു കൊടുക്കടാ. ഇതെന്താ ഇത് പ്രേക്ഷകർ ഒരു വില വെക്കാത്ത? ഉമ്മാമാരൊക്കെ ഉണ്ടാവും, ഉമ്മമാരും ഇത്താത്തമാരും അനിയത്തികളും ഒക്കെ ഉണ്ടാവും. ഉമ്മാമാറ് നല്ലറിയും വിളിച്ചിട്ട് ഒരിക്കലും ഇൻസൾട്ട് വേണ്ട.
അതെ. മറ്റേതോ? ആ അത് വേറൊരു ടൈപ്പ്. 25 ഉറുപ്പ്യൻ്റെ. ഇതാ ഇതാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് നോക്കാം. അടുത്തതായിട്ട് ഇതാ കൊടുവള്ളി പരാഗിന്ന് വാങ്ങിയതാ മാക്സി തുണി. എടാ അതെല്ലാ ജില്ലയിലും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഒരു കട തുടങ്ങി. ഹിന്ദിക്കാരാ അട ഫുള്ള് തുണി മാത്ര. പിന്നെ ടോപ്പിൻ്റെതും അതിൻ്റെ എല്ലാം തുണി മാത്രം. നല്ല പൈസയുണ്ട്. എന്താ ഇത് 45 വീതിയാ. അപ്പൊ 3 മീറ്റർ എടുത്ത 3 മീറ്റർ മതി എന്ന് പറഞ്ഞ ആ തുണി. അപ്പൊ ഓരോന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണിക്കടാ. ഇങ്ങനത്തെ പിശുക്കുന്നേ ഇതൊക്കെ ഉണ്ടല്ലോ. ഈ മാക്സി തുണിയൊക്കെ ഇവിടെ ഉള്ളവര് കണ്ട അത്ഭുതപ്പെട്ടു. ഒരു ഈറ്റ തുണിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ടോപ്പിന്റെ തുണിയാന്ന് ചോദിക്കും. ഈ വിലുണ്ടാവില്ലേ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഈ 3-ൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ. ഞാനിത് എങ്ങനെയാ വാങ്ങിയെന്നറിയോ? അവിടെ റോളിൽ ഏറ്റവും കുറവുള്ള ഏതാന്ന് നോക്കി. ഫുൾ റോളുള്ള ഒന്നും ഞാൻ വാങ്ങിക്കില്ല. ആൾക്കാർ വാങ്ങി തീരുവാനായതുണ്ടാവുമല്ലോ. ആ ഫുൾ റോളായിട്ടാ ഉണ്ടാവുക, അല്ലാണ്ട് ബിറ്റ് പീസല്ല. വേറെ എന്തൊക്കെ ഞാൻ കൊണ്ടുവന്നീനല്ലോ. ആ കേട് പോയി. ഇത്രേനുള്ളൂ. ഒരു കൊലാടുണ്ട്. പിന്നെ ഇതിന്റെ താഴത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് വേറെ വകുപ്പിലുള്ളതാ. അത് പിന്നെ കാണിച്ചു തരാം. ഇതേ ഉള്ളൂ. അടുക്കളയെല്ലാം എന്താ ഉണ്ടോ നോക്കട്ടെ. ഇത് സൈഡില് ഇത് ഞാൻ കൊണ്ടുവന്നതാട്ടോ. ഒരു സാധനം കിട്ടി. ഇതാ നാട്ടിന്ന് കൊണ്ടുവന്നേ. പിന്നെ ഇതാ ഇവര് മുറിച്ചിടും എല്ലാം ചെയ്യുന്നൊക്കെ. കൂർക്കലൊക്കെ ഡെയിലി നിങ്ങൾ കൂർക്കൽ വാങ്ങും? അപ്പൊ ഈ ചേരിയൊക്കെ ഞാൻ കൊണ്ടുവന്നെയാണ്. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഞാൻ എനിക്കൊരു 2-3 ഇനി വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അടിച്ചു മാറ്റീനല്ലോ കുറച്ച്. അത് സോപ്പ്. ആ സോപ്പ് ഒരു ഇത്ത തന്നതാ. പ്രത്യേക ഓലൊരു യൂട്യൂബറാ, അസാസ് എന്നതിൻ്റെ പേര്. ഇതാ സോപ്പ് എനിക്ക് തന്നതാ. നമ്മളൊരു വീഡിയോ എടുത്തിന് ഒരു സോപ്പ് ഉണ്ടാക്കുന്നൊക്കെ. അപ്പം എനിക്ക് തരാൻ പറഞ്ഞ അസാസ്. നല്ല സ്മെല്ലുള്ള കുറേ ഉണ്ടോ. ഇനി ഡെയിലി കുളിക്കേണ്ടി വരുമല്ലോ എല്ലാം തീരണമെങ്കിൽ. അതാ മനുഷ്യനവിടെ ബേജാറായി. കൊറേ ഉണ്ട്. അത് വേറെ എന്നേനോ എന്താ പിന്നോ ക്ഷീണാകുക? എന്താ അപ്പൊ ഇപ്പോ 27 ആഴ്ച അല്ലേ? കാത്തിരിപ്പില്ലേ? ഞാൻ ഈ മുട്ട ലുക്കാൻ ഇനി തുടരുന്നല്ല നല്ല. നിന്റെ അഭിപ്രായം എന്താ? അല്ലാണ്ടേ ഒന്ന് മുടി നേരെ കാത്തര അങ്ങനെ കളിക്കും. അരിയാലേ? അതുകൊണ്ട് നിങ്ങൾ അതിന്റെ നേരം പോക്കൂലല്ലോ. അതെ. അപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. കഷണ്ടി നല്ല ഇതാ. ഇത്രത്തോളം മുടി ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ കഷണ്ടി ഒന്നും ആയിക്കില്ല. എന്നാലും ഒരു എൻ്റെ മുടി ഒരു മര്യാദക്ക് കാത്തൊരു മുടിയാ. അല്ലായിനും കഷണ്ടി ഒന്നല്ല, നല്ലോണം ഉണ്ടായിന്. അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ വേറെന്താ? വേറൊന്നുമില്ല, പെട്ടി പൊളിച്ച്. അതെ, ഇതില് വേറെന്താ ഉൾപ്പെടുത്തണ്ടോ? വെറുതെ ഇങ്ങനെ ചെറവറ പറഞ്ഞിട്ട് എന്താ അല്ലേ? എന്നാ പിന്നെ ആള് നിർത്തുക. ഇവിടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം നമുക്ക്. പിന്നെ ഇനി തുടർന്ന് ഡെയിലി വീഡിയോ ഇടുവാൻ ശ്രമിക്കുക. നിങ്ങൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അതെ, ഇനി കറക്റ്റ് 2 മാസമൊക്കെ അല്ലെ? ഡിസംബർ ലാസ്റ്റ് എന്നൊക്കെ അല്ലേ പറയുന്നേ? ഡിസംബർ ലാസ്റ്റ്, ജനുവരി ആയ അൽഹംദുലില്ലാ. ഒരു ആൺകുട്ടീന്റെ നല്ലൊരു പേര്, പെൺകുട്ടീന്റെ ഒരു പേര് നമ്മൾ കണ്ടെത്തിക്ക്. ഒരു നല്ല ആൺകുട്ടീന്റെ പേര് അല്ലേ, കുഞ്ഞിനിടാൻ പറ്റിയ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ.
അല്ലേ? ആ പറ്റുന്ന നല്ലൊന്ന് കമൻറ്റ് ചെയ്യണേ, നല്ല വെറൈറ്റി പേരുകൾ. ഓക്കെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.